ഏകാദശം വരുമ്പോൾ ഒരു ഭാഗത്തിൽ പറയും, ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയും ഉദ്ധവരോട്, ഒരാളുടെ ജീവിത കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ പറയുന്നതാണ്. നിങ്ങൾ കേൾക്കും, വായിക്കുമ്പം കാണാ ശ്ലോകം, അത് പഠിച്ചു വയ്ക്കണം നിങ്ങൾ. അതെന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഗാം ദുഗ്ധദോഹാം അസതിം ച ഭാര്യാം ദേഹം പരാധീനം അസത്പ്രജാം ച വിത്തം തു അതിർത്തീകൃത അംഗവാചം ഹീനമ്മയ രക്ഷതി ദുഃഖദുഃഖീന. ശ്ലോകം ഇതാണ്. ഇത് 11-ാം സ്കന്ധത്തിൽ വരുന്ന ഒരു 11-ാമത്തെ അധ്യായത്തിൽ വരുന്നതാണിത്. എന്താ പറയുന്നത് വെച്ചാൽ, ഒരാളുടെ ജീവിതത്തെക്കുറിച്ച് പറയണം. ഗാം ദുഗ്ധദോഹാം. ഗാം എന്ന് പറഞ്ഞാൽ പശു. വീട്ടിൽ കറവ് പറ്റിയൊരു പശുവിനെ പിന്നെ ആരെങ്കിലും വെക്കുമോ? ഇനി ഒട്ടും പ്രസവിക്കില്ല, എല്ലാ പ്രസവവും തീർന്നു. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഒരു പശു ഉണ്ടെങ്കിൽ പറയേണ്ട ബാക്കി. ആരുടെ കയ്യിലേക്കാണ് പോവുക എന്നുള്ളത്. ആരെങ്കിലും വീട്ടിൽ വെക്കുമോ? അത് വീട്ടിൽ തന്നെ മരിച്ചോട്ടെ എന്ന് വെക്കുമോ? നിങ്ങളെന്താ സൈലൻറ്റ് മോഡിലായത്? നിങ്ങൾക്കറിയാം ചെയ്യാൻ പാടില്ല എന്ന്, പക്ഷെ നിവൃത്തിയില്ല. ആരെങ്കിലും വെക്കുമോ വീട്ടിൽ? അവർക്ക് പറയൂ. അന്ന് പിന്നെ അങ്ങനെയൊന്നും ആരും പശുക്കളെ ഇത്തരം കാര്യങ്ങൾക്ക് കൊടുക്കില്ല. വീട്ടിൽ തന്നെ വെച്ച് വീട്ടിൽ തന്നെ ഇരുന്നത് മരിക്കുക, അതുവരെ അതിനെ കൊണ്ടു നടക്കണം. അതൊരു ദുഃഖമാണോ? അതിൻ്റെ ദുരിതങ്ങളും ഇതൊക്കെ കാണുമ്പോഴൊരു വിഷമം ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ ഇല്ലയോ? ഇനി പ്രസവിക്കില്ല. ഗാം ദുഗ്ധദോഹം. അസത്ത് ഭാര്യ. ഒരാളുടെ ഭാര്യ അസത്താണെന്ന് പറഞ്ഞാൽ അർത്ഥം ബാക്കി അവർ തമ്മിൽ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ അത്ര സ്നേഹത്തിലാണെന്നർത്ഥം. അസത്താണെങ്കിൽ അങ്ങനെ ആയിരിക്കുമോ? ആയിരിക്കുമോ? രണ്ടും കീരിയും പാമ്പും പോലെ എപ്പോഴും ബഹളം വെക്കുന്നൊരു ഭാര്യ, ഭർത്താവ് അതുപോലെ തന്നെ വെച്ചോളൂ. ദേഹം പരാതി. ഈ ശരീരത്തിലില്ലാത്ത രോഗങ്ങളില്ല. എവിടെ തൊട്ടാലും വേദന, ഒരുപാട് ശാരീരിക പ്രശ്നങ്ങൾ. അസത്പ്രജാം. മക്കളും എങ്ങനെ പറഞ്ഞനുസരിക്കുന്ന മക്കളാണെന്നാണോ എഴുതി വെച്ചത്? ഒന്നൊരു ഗുണത്തിന് പെടാത്തത്. വിത്തം തു അതീർത്തീകൃതം. അത് നല്ല കാര്യത്തിനൊന്നും കൊള്ളാത്ത സമ്പത്ത് എന്ന് പറഞ്ഞാൽ കേസിലും ഒരുപാട് പ്രശ്നങ്ങളിലും പെട്ട് കിടക്കുന്ന സമ്പത്ത്. ഒരാളുടെ ജീവിതം നന്നായിരിക്കുമോ? സുഖമായിരിക്കുമോ? ആനന്ദമായിരിക്കുമോ? ഇവിടെ വന്നിരിക്കാൻ പറ്റുമോ? ഇനി വന്നിരുന്നാൽ തന്നെ നോക്കുന്നത് കേട്ടിട്ടുണ്ട്, എൻ്റെ ദുരിതം ആരോട് പറഞ്ഞിട്ട് കാര്യം? ആ ദുരിതത്തിലിരിക്കും. ആണോ അല്ലയോ? ആണോ? ഭഗവാൻ പറയുന്നു, എന്നാൽ അവരിൽ ആരെങ്കിലും, ഇങ്ങനെ ഒരാളുണ്ടെന്ന് ഇരിക്കുക, വാചം സദാമയ എന്ന് നമ്മൾ ആഡ് ചെയ്യണം. അതിൽ വാചം, ആ വാക്കുകൾ, മനസ്സ്, സദാമയ എന്ന് വെച്ചാൽ എപ്പോഴും ആരിൽ വെക്കണം? ഭഗവാനിൽ വെക്കാൻ സാധിക്കുന്നൊരു മനസ്സ് നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ദുഃഖദുഃഖിയാണ്. ആ വ്യക്തി ദുഃഖദുഃഖിയാണ്. എനിക്ക് മനസ്സിലായില്ലേ ആദ്യം എന്താന്നുള്ളത്? ഞാനിങ്ങനെ ഒരു മഹാൻ പറഞ്ഞതാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. എനിക്ക് മനസ്സിലായില്ലേ എന്താ പറഞ്ഞത്. അതായത് അയാളുടെ ദുഃഖങ്ങൾ ദുഃഖിക്കുമത്രേ. ഇത്ര ദുഃഖങ്ങൾ കൊടുത്തിട്ടും ഈ മനുഷ്യനെ എനിക്ക് ദുഃഖിപ്പിക്കാൻ പറ്റണില്ലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ ഇത്ര ദുഃഖങ്ങൾ, ഈ ദുരിതങ്ങൾ ഈ മനുഷ്യന് കൊടുത്തിട്ടും ഈ മനുഷ്യനെ എനിക്ക് ദുഃഖിപ്പിക്കാൻ ആലോചിച്ച് നോക്കും. മനുഷ്യൻ അങ്ങനെ ഒരു കഴിവുള്ളൊരു മനസ്സുള്ളിലുണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആരാണ് ഇരിക്കുന്നത്? ദുഃഖങ്ങൾക്ക് പോലും നമ്മളെ ദുഃഖിപ്പിക്കാൻ സാധിക്കാത്ത വിധത്തിൽ ഒരു മാനസിക അവസ്ഥ ഉള്ളിലുണ്ടെങ്കിൽ അതൊന്ന് ഉണർത്തണ്ടേ? വേണോ വേണ്ടയോ? അതിനാണ് ഞാൻ മെനക്കെടുന്നത്. എന്നാൽ ബാക്കിയെല്ലാം കണക്ക് തന്നെ. ഭാര്യയും ശരിയല്ല, മക്കളും ശരിയല്ല, ആരോഗ്യം ശരിയല്ല, സമ്പത്തും ശരിയല്ല, അതിനിടയ്ക്ക് മനസ്സും ശരിയല്ലെങ്കിലോ ഒരു ദുഃഖത്തിൻ്റെ പുറകിൽ മറ്റൊരു ദുഃഖത്തിലൂടെ കടന്നു പോകും. രണ്ടും നമുക്ക് ഓപ്ഷനുണ്ട്. ദുഃഖത്തിനെ കൊണ്ട് ദുഃഖിപ്പിക്കാം, ഇയാളെ ദുഃഖിപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്നും ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ദുഃഖങ്ങൾക്ക് ഒന്നിൻ്റെ പുറകിൽ മറ്റൊരു ദുഃഖം ഏറ്റിക്കൊണ്ട് അങ്ങനെയും ജീവിക്കാം. ഏത് വേണം? ദുഃഖം ഒന്നിൻ്റെ പുറകിൽ കടന്നു പോകണോ, അതോ ദുഃഖങ്ങൾക്കൊന്നും തളർത്താത്ത മനസ്സ് വേണോ? ഏതാണ് വേണ്ടത്?
ആ തരത്തിലൊരു മാനസികാവസ്ഥ നേടിയെടുക്കാൻ അതിന് സാധിച്ചാൽ ഭാഗവതം ഒരു വലിയ ബ്ലെസ്സിങ് അല്ലേ? ആണോ? അതുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്നത് ഒരു സാധാരണ കൃതിയായി കാണരുത്. ഭാഗവതം ഒരു സാധാരണ കൃതിയല്ല. അത് ഭാഗവതം എന്ന് പറയുന്നത് നമുക്കൊരു വലിയൊരു മാറ്റം ഉണ്ടാക്കിത്തരാൻ വേണ്ടി നമുക്ക് വഴി കാണിക്കുകയാണ്. ഭാഗവതത്തിൻ്റെ ഒരു ജോലി ഇത്രയേ ഉള്ളൂ, ഗൂഗിൾ മാപ്പിൻ്റെ ജോലി മാത്രമേ ഉള്ളൂ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് പിന്നെ യാത്ര ചെയ്യേണ്ട ജോലി ആർക്കാ? അത് നമ്മുടെ ജോലിയാണ്. അത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്തവനാണ് വല്ല കായലിലൊക്കെ വണ്ടി കൊണ്ടിടുന്നത്. കാരണം കേരളം ആയതുകൊണ്ട് കായലും റോഡൊക്കെ ഒരുപോലെ ഇരിക്കും. തോടും റോഡും കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധി വേണം. ഇതുപോലെ ചില സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ അപകടങ്ങൾ പോട്ടെ, ഇതുപോലെ നമുക്ക് ഭാഗവതം ഒരു വഴി കാണിച്ചു തരികയാണ്. ആ വഴിയിലൂടെ സിസ്റ്റമാറ്റിക്കലി മനസ്സിനെ കൊണ്ടുപോയി ട്രെയിൻ ചെയ്തെടുത്ത് ഡ്രൈവ് ചെയ്യാൻ ഒരാൾ പരിശീലിച്ചാൽ, നേരത്തെ പറഞ്ഞ പോലെ ദുഃഖങ്ങൾ ദുഃഖിക്കും. ഇത്രയും ദുഃഖം കൊടുത്തിട്ടും ഈ മനുഷ്യനെ എനിക്ക് ദുഃഖിപ്പിക്കാൻ സാധിക്കുന്നില്ല. ദാറ്റ് മീൻസ് അവരുടെ ദുഃഖങ്ങൾക്ക് അവരെ വലിച്ച ദുഃഖത്തിലേക്ക് കൊണ്ടുപോകാനുള്ള വശീകരണ ശക്തി, ആകർഷണ ശക്തി കുറഞ്ഞുപോയി. ഇപ്പുറത്ത് ഭാഗവതത്തിന് വലിച്ചെടുക്കാനുള്ളൊരു ശക്തി, ഭാഗവതത്തിലേക്കുള്ള ആകർഷണ ശക്തി അത്രയും ഉറക്കെ പറയൂ കൂടി. ഇത് സംഭവിക്കുന്നതാണ്. ഇതിൻ്റെ പേരാണ് ഗുരുത്വം എന്നുള്ളത്. ഈ പരിണാമത്തിൻ്റെ പേരാണ്, ഈ ഒരു പരിവർത്തനത്തിൻ്റെ പേരാണ്, ഈ ട്രാൻസ്ഫോർമേഷൻ്റെ പേരാണ് എന്ത്? ഗുരുത്വം എന്നുള്ളത്. ആ ഇരുത്തും ഗുരുത്വവും, ഗുരുത്വം വരണമെങ്കിൽ ഇരുത്വം വരണം. ആ ഇരുത്തം വരണമെങ്കിൽ മഹത്വം വരണം. മഹത്വം വരണമെങ്കിൽ ഇങ്ങനെയുള്ള സത്സംഗങ്ങളിൽ നമ്മൾ ഭാഗങ്ങളായി മാറണം. മനസ്സിലാവണ്ടല്ലോ, ഭാഗവതം എന്ന് പറയുന്നത് നമ്മളെ മഹത്വമുള്ളവരാക്കുന്നു, ഇരുത്വമുള്ളവരാക്കുന്നു, ഗുരുത്വമുള്ളവരാക്കുന്നു. ഗുരുത്വം വർദ്ധിക്കും തോറും ദുഃഖങ്ങൾക്കെല്ലാം ലഘുത്വം വരുന്നു. ഏത് വേണം നിങ്ങൾ തീരുമാനിക്കണം. ഇതാണ് ജീവിതം. ഇപ്രകാരം ഒരു വലിയൊരു ലോകത്തിന് കിട്ടിയ മനഃശാസ്ത്രമാണ് ശ്രീമദ് ഭാഗവതം.